2026 ജെയ്മെയിൻ ഫസ്റ്റ് സെഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ ടോപ്പറായ ഡേവിസ് എസ് ജോൺ കരസ്ഥമാക്കിയത് 99.91% എന്ന സ്കോറാണ്. യെസ്, വിദേശ രാജ്യത്ത് നിന്ന് ജെയ്മെയിൻസ് എഴുതി ഔട്ട്സൈഡ് ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ഡേവിസ് എസ് ജോൺ ബ്രില്യന്റിന്റെ ഹൈബ്രിഡ് ഓൺലൈൻ ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. റിയാദിൽ തന്നെ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേവിസ് എസ് ജോൺ ഇത്ര വലിയ നേട്ടത്തിലേക്ക് എത്തിയത്. പുനലൂർ സ്വദേശിയും സൗദിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുന്ന സജോ ടി ജോണിന്റെയും ബെറ്റി അലക്സാണ്ടറിന്റെയും മകനാണ് ഡേവിസ് എസ് ജോൺ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി സേവനമനുഷ്ഠിക്കുന്ന അച്ഛൻ തന്നെയാണ് ഡേവിസിനെ എഞ്ചിനീയർ മേഖലയിലേക്ക് നയിച്ചതും ജെയ്മെയിൻസിൽ ഉയർന്ന വിജയം നേടാൻ ഏറ്റവും അധികമായി പിന്തുണച്ചതും. 2026 ജെയ്മെയിൻ ഫസ്റ്റ് സെഷന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഇത്തവണ ഔട്ട്സൈഡ് ഇന്ത്യ ടോപ്പർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ വരികയുണ്ടായി. ആൻഡ് ആ ഒരു കാറ്റഗറിയിൽ ടോപ്പ് ഫസ്റ്റ് റാങ്ക് നേടിയത് ബുള്ളന്റിലെ ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു, നമ്മുടെ ഡേവിസ് എസ് ജോൺ. ഡേവിസിന് 99.91% കരസ്ഥമാക്കാൻ സാധിച്ചത്. ആൻഡ് ഇന്ന് നമ്മോടൊപ്പം റിയാദിൽ നിന്നും നമ്മുടെ ഡേവിസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡേവിസിനെ നമുക്ക് വെൽക്കം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്. സോ ഡേവിസ്, നമ്മുടെ ഈ 2026 ജെയ്മെയിൻ്റെ ഈ തവണത്തെ ജെയ്മെയിൻ സെഷനിലാണ് ഇങ്ങനെ ഒരു ഔട്ട്സൈഡ് ഇന്ത്യ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ടോപ്പർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നതും അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ആൻഡ് എന്താണ് ഇപ്പോൾ തോന്നുന്നത്, ഇങ്ങനെ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ എന്താണ് ഡേവിസിന് ഫീൽ ചെയ്തത്? എനിക്ക് സന്തോഷം തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് നല്ല സന്തോഷം തന്നെയാണ്. സോ യെസ്, അപ്പോൾ ഡേവിസിനെ കുറിച്ച് ഒന്നുകൂടെ ഞങ്ങളുടെ ഈ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? മോൻ്റെ താമസിക്കുന്ന ഇപ്പോൾ സ്ഥലം, അതുപോലെ തന്നെ നാട്ടിലെവിടെയാണ്, ബുള്ളനിൽ ഏത് കോഴ്സാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നാലും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മോൻ്റെ സൈഡിൽ നിന്നൊന്ന് തരാമോ? എൻ്റെ പേര് ഡേവിസ്. ഞാൻ റിയാദിലാണ് താമസിക്കുന്നത്. എൻ്റെ സ്കൂളിംഗ് ഇവിടെ തന്നെ DPSൽ. ഞാൻ ബ്രില്യൻറ്റിൽ ഹൈബ്രിഡ് ഓൺലൈൻ കോഴ്സാണ് എടുത്തിരിക്കുന്നത്. ഓൺലൈനിലോട്ട് തന്നെയാണ് എനിക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ടോപ്പർ എന്നുള്ള ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. JEE 2026 പെർസെൻറ്റേജ് 99.9148010. അപ്പോൾ നമ്മുടെ നാട്ടിലെവിടെയാ മോൻ്റെ വീടെന്നും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളതെന്നും കൂടെ ഒന്ന് പറയാമോ? നാട്ടിൽ ഞാൻ പുനലൂർ എന്നുള്ള സ്ഥലത്താണ്. എൻ്റെ അപ്പയുടെ പേര് സജോ ടി ജോൺ, സൗദി ഇലക്ട്രിസിറ്റി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മയുടെ പേര് ബെറ്റി അലക്സാണ്ടർ, ഹൗസ് വൈഫാണ്. പിന്നെ സിബ്ലിങ്സ് ഉണ്ട്. ഒന്ന് സിസ്റ്ററാണ്, 7ാം ക്ലാസ്സിലാണ്. പിന്നെ ബ്രദറുണ്ട്, 7 months ആയിട്ടുള്ളൂ, സ്കൂളിൽ തുടങ്ങിയിട്ടില്ല. സോ ഡേവിസ്, അപ്പോൾ ഈ ഒരു ഔട്ട്സൈഡ് ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയേക്കുന്ന ഈ ഒരു ടൈമിൽ എപ്പോൾ തൊട്ടായിരിക്കും ഇങ്ങനെ ഒരു എൻജിനീയറിംഗ് ഫീൽഡിലേക്ക് ഡേവിസിനൊരു താല്പര്യം തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? അതുപോലെ അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ബുള്ളനിലേക്ക് ജോയിൻ ചെയ്തത് എന്നുള്ളതൊന്ന് ബ്രീഫ് ചെയ്തൊന്ന് പറയാമോ? എനിക്ക് 8th, 9th, 10th ആ ഒരു സമയത്താണ് ഈ ഒരു ഫീൽഡിലോട്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. അതിന് റീസൺ എന്ന് പറയുന്നത് എനിക്ക് മാത്സ് അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിലത്തെ റിസൾട്ട് ഉള്ളതനുസരിച്ച് ബ്രില്യൻറ്റിലായിരുന്നു എനിക്ക് തോന്നിയത് നല്ലതായിരിക്കുമെന്ന്. അതുകൊണ്ട് ബ്രില്യൻറ്റിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഓൺലൈനാണ് ഞാൻ എടുത്തത്, കാരണം ഇവിടെ നിന്ന് കൺവീനിയൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈനായിട്ട്, അപ്പോൾ അതും ഇന്ത്യയിലില്ല, ഇന്ത്യക്ക് പുറത്താണ്, ഇൻ്റർനാഷണൽ ഒരു കൺട്രിയിൽ നിന്ന് ഓൺലൈനായിട്ട് വന്ന് പഠിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ശ്രദ്ധിച്ചും മോൻ്റെ സാക്രിഫൈസ് ചെയ്തുമൊക്കെ ആയിരിക്കുമല്ലോ. കാര്യം ഓൺലൈനിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വേറെ ഒന്നും ഡീവിയേറ്റ് ചെയ്ത് പോവാതെ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓൺലൈൻ പഠിച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? ഓൺലൈൻ പഠനത്തിന് ഏറ്റവും സഹായകമായത് ബ്രില്യൻറ്റിൻ്റെ ടാബ് ഞാൻ വാങ്ങിയിരുന്നു, കസ്റ്റമൈസ് ടാബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതിയിൽ കൂടുതൽ ഡിസ്ട്രാക്ഷൻസും അങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്തു. ബാക്കി ഇങ്ങനെ നമുക്കൊരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിൻ്റെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ ഇപ്പം മോൻ +2ൻ്റെ ഒരു സിലബസും കൂടെ കൈകാര്യം ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതാ ഈ ഒരു നേട്ടവും കൂടെ കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ മോൻ ഒരു ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു ഡേവിസിൻ്റെ? അതായത് ഇപ്പം +2 ബോർഡ് എക്സാമിൻ്റെ കാര്യങ്ങളും കൊണ്ടുപോകണം, അറ്റ് ദ സെയിം ടൈം JEEയുടെ പ്രിപ്പറേഷനും അത് ഓൺലൈനായിട്ട് കൊണ്ടുപോകണം. എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റഡീസ് തമ്മിൽ ഒന്ന് വേർതിരിച്ച് അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ഈ സ്റ്റഡീസ് തമ്മിൽ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല.
ബ്രില്യൻറ്റിൻ്റെ സിലബസ്, അതായത് എൻട്രൻസിൻ്റെ സിലബസ് തന്നെയാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് എനിക്ക് വേണ്ടുന്നത്. ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ ബാക്കി എടുത്തിരിക്കുന്ന സബ്ജക്ട്സ്. അതിന് ബോർഡ് എക്സാംസിന് വേണ്ടി മാത്രം പഠിച്ചാൽ മതി. അത് എക്സാമിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഡേവിസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിലെ ഒരു ഹൈബ്രിഡ് ബാച്ച്, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ബാച്ച് കൊണ്ടുപോയപ്പോൾ എന്താണ് മോന് ഫീൽ ചെയ്തത്? ഹൈബ്രിഡ് ബാച്ച് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഓൺലൈൻ തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൺലൈൻ ആകുമ്പോൾ നല്ല കൺവീനിയൻ്റ് ആയിട്ട് സ്റ്റഡീസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ നേരെ ക്ലാസ്സിന് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ട്രാവൽ ടൈം ഇല്ല, യാതൊരു രീതിയിലുമുള്ള പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഇതിന് എക്സ്ട്രീനിയസ് ആയിട്ട് വരുന്ന പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ടി വന്നില്ല. മാത്രമല്ല ക്ലാസ്സസും ആദ്യം ലൈവ് വരും, അത് കഴിഞ്ഞ് റെക്കോർഡും കൂടെ തരുന്നുണ്ട് ബ്രില്യൻറ്റ്. അപ്പോൾ എങ്ങാനും ഒരു ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വേറെ സമയത്തിരുന്ന് കാണാൻ പറ്റും റെക്കോർഡിൽ. അപ്പോൾ നല്ലതായിരുന്നു. ഹൈബ്രിഡ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് ബ്രില്യൻറ്റുകാർ കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെയും കൂടെ ഒരു ഫലമാണ് എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ്. ഡേവിസ്, ഈ ഒരു ഓൺലൈൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ മോൻ പറഞ്ഞു അതിനകത്ത് വീഡിയോ റെക്കോർഡ് സെഷൻ ലൈവ് ഉണ്ട്, അത് പിന്നെ റെക്കോർഡഡ് ആയിട്ട് കിട്ടും, എപ്പോൾ വേണേലും ഇരുന്ന് കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എക്സാംസും ഡൗട്ട് ക്ലിയറൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രില്യൻറ്റ് നൽകുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ എക്സാംസിൻ്റെ ഒക്കെ ഒരു പ്രാക്ടീസ് എങ്ങനെയായിരുന്നു ഓൺലൈനായിട്ട് മോൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം വീക്ക്ലി എക്സാംസ് ആയിട്ട് ചാപ്റ്റർ വൈസ് അങ്ങനെയൊക്കെ ലാസ്റ്റ് വരുമ്പോൾ മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഉണ്ടായിരുന്ന മോൻ്റെ എക്സ്പീരിയൻസ്? ബ്രില്യൻറ്റ് ആദ്യം തൊട്ട് ഇഷ്ടംപോലെ എക്സാംസ് വരുന്നുണ്ടായിരുന്നു. മാം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ആദ്യത്തെ എക്സാംസിനൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വരുമ്പം പോർഷൻസ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആവും, അപ്പോൾ മാർക്ക് കുറയുകയൊക്കെ ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും എക്സാംസിന് നിന്നിട്ടില്ല. ചിലപ്പം റാങ്ക് താഴ്ന്നു പോയിട്ടുണ്ട്, ചിലപ്പം റാങ്ക് അത്യാവശ്യം നല്ലത് വന്നിട്ടുണ്ട്. പക്ഷെ എക്സാം എഴുതുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് സ്ഥലം എന്ന് വെച്ചാൽ പഠിക്കുന്നിടത്തിരുന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം സിൻസിയറായിട്ട് തന്നെ എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഇതാണ് എൻ്റെ എക്സാംസിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. ഡൗട്ട് ക്ലിയറൻസും ബ്രില്യൻറ്റ് നന്നായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഓരോ ലൈവ് ക്ലാസ് കഴിയുമ്പോഴും അവസാനം അന്നത്തെ പോർഷൻസിൻ്റെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡൗട്ടും പെൻഡിങ് ആയിട്ട് വെക്കേണ്ടി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററിൻ്റെ എക്സാംസിന് മുമ്പ് വേറൊരു ഡൗട്ട് ക്ലിയറൻസ് കൂടെ ഉണ്ട്. എക്സാംസിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് അങ്ങനെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റി. മോൻ്റെ ഈ ഒരു സ്റ്റഡീസിൽ ഒരു ദിവസം എങ്ങനെയായിരുന്നു മോന്, എപ്പോഴൊക്കെയാണ് ഈ ഒരു ജെയുടെ പ്രിപ്പറേഷനുള്ള ഒരു ടൈം നീക്കി വെച്ചിരുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ദിവസം എങ്ങനെയാണ് പ്ലസ് ടുവിന് വേണ്ടിയിട്ടും അറ്റ് ദ സെയിം ടൈം ജെയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്നൊന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ എനിക്കില്ല. പക്ഷേ ഇൻ ജനറൽ സ്കൂള് ഒരു 1 o'clock വരെ ഉണ്ട് ഉച്ചയ്ക്ക്. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 2 o'clock ആവും. അത് കഴിഞ്ഞ് 4:30 തൊട്ട് 6 വരെയാണ് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് സൗദി ടൈമിൽ. അപ്പോൾ ക്ലാസ് ഇരുന്ന് കാണുക, ഈ ബാക്കി വരുന്ന സമയം ക്വസ്റ്റ്യൻസ് പറ്റുന്നിടത്തോളം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, മോൻ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ദിവസത്തെ ആ ഒരു കംഫർട്ടിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ഗുഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയായിരുന്നു കൂടുതലെന്ന് മോൻ പറഞ്ഞു. കൂടുതലും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നോ മോൻ എഴുതിക്കൊണ്ടിരുന്നത്, അതോ അല്ലാതെ മോഡൽ എക്സാംസ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ എക്സാംസ് എല്ലാം സോൾവ് ചെയ്ത് പോവായിരുന്നു? ഏതായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്, പ്രീവിയസ് ഇയർ ഓർ മോഡൽ എക്സാംസ്? മോഡൽ എക്സാംസ് ബ്രില്യൻറ്റ് എല്ലാ മോഡൽ എക്സാംസും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നിരിക്കണം ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 4 വർഷത്ത് 2022, 2023, 2024, 2025 എന്നുള്ള വർഷങ്ങളിൽ എല്ലാ JEE ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ മോഡൽ എക്സാംസ് എന്നുള്ള രീതിയിൽ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ. പക്ഷേ എക്സാംസ് ടോപ്പിക് വൈസ് എക്സാംസ് എന്നുള്ളത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ കൂടെ തരുന്നത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡേവിസ്, ഈ ഒരു പഠനത്തിനിടയിൽ എപ്പോഴെങ്കിലും മോനൊന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഒരു എക്സോസ്റ്റഡ് ഫീൽ, എനിക്കിത് മടുപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ ലൈവ്ലി അല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു നേരിട്ട് നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഇടയ്ക്കൊരു ലാഗ് വല്ലതും വന്നിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മോൻ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ഒരുപാട് ഞാൻ ആയിട്ടില്ല.
പക്ഷേ പലപ്പോഴും വന്നാലും അതിനെ നമ്മുടെ ലക്ഷ്യമാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ജെഇ മെയിൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങും. മോട്ടിവേഷൻ്റെ ഒരു സോഴ്സ് തന്നെയാണല്ലോ IIT അല്ലെങ്കിൽ NIT എന്ന് പറയുന്നത്. അപ്പോൾ മോൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ത്രൂ ഔട്ട് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദിസ് ഇയർ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ആയിരുന്നു പാരൻസിൻ്റെ ഒരു സപ്പോർട്ട്? പേരൻസ് എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ഇതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും എൻ്റെ പേരൻസ് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ മദർ തന്നെയാണ്. എൻ്റെ മദറായിരുന്നു ഇതിൻ്റെ റിസൾട്ട് എല്ലാം നോക്കുന്നതും ഇതിനകത്ത് ഇങ്ങനെ പഠിക്കുക അല്ലെങ്കിൽ എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് ടിപ്സ് പറഞ്ഞു തരികയും അതുപോലെ ഓരോ സഹായങ്ങളൊക്കെ എൻ്റെ മദർ ചെയ്തിട്ടുണ്ട്. ഡേവിസ, നമ്മുടെ ഈ ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഉണ്ടായിരുന്ന റിസൾട്ട് അനാലിസിസ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ മോൻ എങ്ങനെയാണ് ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഉള്ള റിസൾട്ട് അനാലിസിസ്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു മോട്ടിവേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെയും കോർഡിനേറ്റേഴ്സിൻ്റെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുമോ? ഒരു എക്സാം കഴിയുമ്പോൾ അതിൻ്റെതായ റിസൾട്ട് അനാലിസിസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റീഫൻ സാറാണ് വന്ന് നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത്. സ്റ്റീഫൻ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുതന്നെയായിരുന്നു എനിക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്ന രീതിയിൽ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ കൃഷ്ണേന്ദു മാമും കോർഡിനേറ്റർ അജയ് സാറും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യും. അവരുടെ സഹായത്തോടെ തന്നെയാണ് ബ്രില്യൻ്റിലെ ക്ലാസ്സസ് ഞാൻ മടുക്കാതെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ഇപ്പം ഓൺലൈനായിട്ട് പഠിച്ചിട്ട് നേടിയ ഒരു വിജയമായതുകൊണ്ട് അത് മാത്രമല്ല അതിൻ്റെ ഇരട്ടി മധുരമായിരുന്നു ഔട്ട്സൈഡ് ഇന്ത്യ ടോപ്പർ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പേരൻസിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ റിയാക്ഷനും അതുപോലെ തന്നെ സ്കൂളിലെ റെസ്പോൺസും റിലേറ്റീവ്സ് നാട്ടിൽ നിന്നൊക്കെ അവർ കോൺടാക്ട് ചെയ്ത് എന്തൊക്കെയാണ് എന്തൊക്കെ ഹാപ്പിനെസ് ആണ് അവർ പങ്കുവെച്ചത്? റിസൾട്ട് വന്നതിന് ഉടനെ തന്നെ അമ്മ ഇത് കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് 99.91 ഉണ്ട് എന്ന്. അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. ഉടനെ വിളിച്ചത് അപ്പയായിരുന്നു. ഫാദർ അന്നേരം ഓഫീസിലായിരുന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാണ് വീട്ടിലെത്തിയത്. രണ്ടുപേർക്കും സന്തോഷമായിരുന്നു. സിസ്റ്ററിനും നല്ല സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഉടനെ പറഞ്ഞത് ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും തന്നെ. അവരൊന്നും ഇത് വിശ്വസിച്ചില്ല ആദ്യം. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിച്ച് ഔട്ട്സൈഡ് ഇന്ത്യ എന്നുള്ളത് അന്നേരം അറിഞ്ഞില്ലായിരുന്നു. കുറേ കൂടെ കഴിഞ്ഞ് PDF എടുത്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്ത് എൻ്റെ പേര് ഇടപെട്ട്. അന്നേരം ഇങ്ങനൊരു കാറ്റഗറി ടോപ്പ് ചെയ്തെന്ന് പറയുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. നാട്ടിൽ നിന്ന് പിന്നെ റിലേറ്റീവ്സ് കുറച്ച് പേര് വിളിച്ചു. അവർ കൂടുതൽ പേര് അറിഞ്ഞത് ബ്രില്യൻറ്റിൻ്റെ പത്രത്തിലുള്ള പരസ്യം കൊണ്ടാണ്. അപ്പോൾ അതിന് താങ്ക് യു ബ്രില്യൻറ്റ്. ഡേവിസെ, നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഐൽ ഔട്ട്സൈഡ് ഇന്ത്യ ടോപ്പർ എന്നുള്ള പദവി കിട്ടി, ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്നുള്ളൊരു പദവി കിട്ടി. സെക്കൻഡ് സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അവർ തീർച്ചയായിട്ടും മോനെ ഇപ്പോൾ ഒരു എന്താ പറയുക, റോൾ മോഡൽ ആക്കിയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പോൾ അവരോട് എന്താണ് ഡേവിസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് മോന് പറയാനുള്ളത്? എങ്ങനെയാണ് ജെഇ സെഷൻ 2 പ്രിപ്പയർ ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്? ജെഇ സെഷൻ 2 സെഷൻ 1ൻ്റെ ക്വസ്റ്റ്യൻസും കൊണ്ട് തന്നെ ട്രൈ ചെയ്യുക. സെഷൻ 1ൻ്റെ എല്ലാ പേപ്പേഴ്സും കറക്റ്റ് ടൈമിനിരുന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസേഴ്സ് നിങ്ങളത് തെറ്റുന്നത് ചെയ്ത് നോക്കണം. വീണ്ടും ചെയ്ത് നോക്കിയേ പറ്റൂ. തെറ്റുന്നതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സെഷൻ 2 പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ സമയത്തിനിരുന്ന് വേണമെങ്കിൽ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് തന്നെ ഇരുന്ന് ചെയ്യുക. എക്സാമിൻ്റെ എൻവയോൺമെൻറ്റ് എത്രത്തോളം റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസും കാണും. ഇപ്പം മോൻ്റെ ഈ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും കാണുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല സ്പെഷ്യലി ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ? ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് എനിക്കുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ സിൻസിയറായിട്ട് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ പറ്റുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ മീഡിയയ്ക്ക് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഓൺലൈനിൻ്റെ പ്രശ്നം എന്ന് പറയുന്നതും ബ്രില്യൻ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. പക്ഷെ നമ്മുടെ ആവശ്യം ജെഇ മെയിൻസിന് നല്ലൊരു സ്കോർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി തന്നെ മുന്നോട്ട് നീങ്ങണം.
അപ്പോൾ JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ ആണ് ഇനി ഡേവിസിൻ്റെ മുൻപിലുള്ള അടുത്ത ഒരു എയിം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു? JEE മെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ പോകുന്നത്. അതും ഇനി ഓൺലൈനായിട്ടാണ് മോൻ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഒരു പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അത് നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് ഞാൻ പറയാം. കാരണം കെമിസ്ട്രിയിലത്തെ ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഉള്ളത് ഏകദേശം തീർത്തു. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇഷ്ടംപോലെ ചെയ്യാനുണ്ട്. എങ്കിലും അഡ്വാൻസിന് വേണമെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. സോ ഡേവിസ്, ഇനിയിപ്പോൾ JEEയുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഇനി നമ്മൾ അടുത്തതായിട്ട് ഇങ്ങനെ ചോദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഏത് ക്യാമ്പസിലേക്ക് പോകാനാണ് ആഗ്രഹം എന്നാണ്. മോൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആൻഡ് ഏത് ബ്രാഞ്ചിലേക്ക് പോകാനാണ് ആഗ്രഹം? ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. കിട്ടുന്നതിൽ ഏറ്റവും നല്ല IIT തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബ്രാഞ്ച് പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം. അതിന് റീസൺ ഫാദർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ ആ ലൈനിൽ തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം. സോ ഡേവിസ്, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും വലിയൊരു അംഗീകാരമാണ് ഡേവിസിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഔട്ട്സൈഡ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ആൻഡ് ഇനിയും JEE അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ മോന് ഇനിയും ഉണ്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നല്ലപോലെ നടന്ന് JEE അഡ്വാൻസിനും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലി ആശംസിക്കുകയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. JEE അഡ്വാൻസിന് ദൈവം അനുഗ്രഹിച്ച നല്ല മാർക്ക് തന്നെ കിട്ടും. വിക്ടറി ഡേ ആകുമ്പോൾ നമുക്ക് കാണാം. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.